വീട്ടുപരിസരത്ത് കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള വീട്ടുടമയുടെ ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. അഞ്ചൽ തഴമേൽ കുട്ടങ്കര തണലിൽ സക്കീറിന്റെ വീട്ടുമുറ്റത്ത് നിർമ്മിക്കുവാൻ ശ്രമിച്ച കുഴൽക്കിണറിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ തഴമേൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നല്ലൊരു കിണർ നികത്തിയിട്ടാണ് ഒരു കുഴൽക്കിണർ അടിച്ചത്. അന്ന് ഞങ്ങൾ പരിസരവാസികളൊന്നും അതിനെ എതിർക്കുകയൊന്നും ചെയ്തിരുന്നില്ല. ആ കിണറിൽ ഇപ്പോൾ വെള്ളം ഉണ്ടായിട്ട് കൂടി ഇപ്പോൾ വീണ്ടും രണ്ടാമത് 3 മാസത്തിനിടയ്ക്ക് അടുത്ത കിണർ കുടിക്കാനായിട്ട് വന്ന് അതിന് ഞങ്ങൾ തടയുകയാണ് ഉണ്ടായത്. അത് ഞങ്ങളുടെ കിണറിൽ എല്ലാ പരിസരത്തുള്ള എല്ലാ വീട്ടിലെയും കിണറിൽ വെള്ളം കുറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഈ തടസ്സൽ വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. ആദ്യം കുഴിച്ചത് ഞങ്ങൾ ആരും ഒരക്ഷരം ഇവിടെ എന്താ കുഴിച്ചെന്നോ കുഴിക്കുന്നതിനാണെന്നോ ചോദിച്ചില്ല. ഞങ്ങൾ ആരും പരാതിയും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ കിണറിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അതിനെ പ്രതികരിക്കേണ്ടി വന്നു. രണ്ടാമത് വീണ്ടും കൂടുതലടിക്കാൻ വന്നപ്പോൾ അത് ഞങ്ങൾ സമ്മതിക്കില്ല. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും കിണറുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയുമാണുള്ളതെന്നും വീട്ടുപരിസരത്ത് കുഴൽ നിർമ്മിക്കുന്നത് മൂലം പ്രദേശത്തെ കിണറുകളിലെ വെള്ളം വറ്റുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. അനുവാദമില്ലാതെയാണ് കുഴൽക്കിണറിന്റെ നിർമ്മാണം നടത്തുന്നതെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തന്റെ വീട്ടുപരിസരത്ത് കുഴൽക്കിണർ കുഴിക്കുന്നതെന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങിയ ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും വീട്ടുടമ ലൈവ് വാർത്തയോട് പറഞ്ഞു. ജില്ലാ അതോറിറ്റിയിൽ നിന്ന് ഇതിൻ്റെ പെർമിഷൻ വാങ്ങിച്ചതാണ്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അന്നേരം കംപ്ലയിൻറ്റ് ചെയ്തു. അവർ കംപ്ലയിൻ്റ് ഉള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ഓർഡർ നമ്പർ ഗവൺമെൻറ് ഓർഡർ നമ്പർ സഹിതം അവർക്ക് കൊടുത്ത് എന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ അവർക്ക് സമയം കൊടുത്ത് ഇതിൻ്റെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരന്വേഷിച്ചു. അവർക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇതിന് എതിർ തടസ്സങ്ങളൊന്നും ഉന്നയിക്കാൻ തക്ക കാരണങ്ങളൊന്നും വാസ്തവത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തടസ്സവാദങ്ങളെല്ലാം ഒരുപക്ഷെ അവർ സമീപിച്ചിട്ടുള്ള അതോറിറ്റികൾ അവരുടെ തടസ്സവാദങ്ങൾ തള്ളിക്കളഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.